റെക്കോർഡിങ്ങിൻ്റെ ആണത്. ഓക്കെ, എന്താ പറഞ്ഞത്? പ്രോഗ്രാമിലിരിക്കുമ്പോൾ അവരെപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമുക്ക് നമ്മളുടെ ആ പുതിയ ജീവിതത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും. ഇന്നിപ്പോൾ പ്രോഗ്രാമിൽ പോകുമ്പോൾ നമ്മുടെ എയിലുള്ള മെമ്പേഴ്സിന് അവർക്ക് പ്രശ്നങ്ങൾ ഇന്നുണ്ട്, അന്ന് മുമ്പുണ്ടായിരുന്ന അതേ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇന്നുണ്ട്. മിക്കവാറും എല്ലാം ഒരു സമാനമായ പ്രശ്നങ്ങളാണ് തന്നെ. സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ളവരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടും എല്ലാം തന്നെ പ്രശ്നങ്ങൾ അതുപോലെയൊക്കെ തന്നെ മാറ്റും. പക്ഷേ നമ്മൾ പ്രോഗ്രാമിലാണെങ്കിൽ ഈ പ്രശ്നങ്ങളോടുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുന്നു, കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങളോടുള്ള നമ്മളുടെ സമീപനത്തിലും ആ പണ്ടുണ്ടായിരുന്നപ്പോൾ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്തിരുന്നോ, ഒരു ഡ്രൈ ഡ്രങ്ക് ആണെങ്കിൽ പണ്ടൊരു പ്രശ്നം വരുമ്പോൾ അയാൾ എങ്ങനെ ആ പ്രശ്നത്തോട് പ്രതികരിച്ചിരുന്നോ ആ രീതിയിലായിരിക്കും ഇപ്പോഴും പ്രതികരിക്കുക. മറിച്ച് പ്രോഗ്രാമിലുള്ള ഒരാൾക്ക് അതേ പ്രശ്നം വരുമ്പോൾ അന്നുണ്ടായിരുന്ന ആ രീതിയിലല്ല ആയിരിക്കും അയാൾ ഇന്ന് അതിനെ സമീപിക്കുക. കാരണം അധികം ആരും ശ്രദ്ധിക്കാത്തൊരു സ്ലോഗനുണ്ട്: ബി എ പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ, നോട്ട് ഓഫ് ദി പ്രോബ്ലം. നമ്മളൊരു പ്രശ്നത്തിൻ്റെ ഭാഗമാകാതെ ഒരു പരിഹാരത്തിൻ്റെ ഭാഗമാകുക. ഒരു ഡ്രൈ ഡ്രങ്കിന് ഒരിക്കലും ഒരു പരിഹാരത്തിൻ്റെ ഭാഗമാകാൻ പറ്റില്ല. അയാൾ എന്നും പ്രശ്നത്തിൻ്റെ ഭാഗമായിരിക്കും. അയാൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ വേണം. ഒന്നിൽ പ്രശ്നങ്ങൾ അയാളുടെ നേരെ വേണം, അല്ലെങ്കിൽ അയാൾക്ക് പ്രശ്നം മറ്റുള്ളവരോട് ഉണ്ടാക്കണം. ആ രീതിയിലായിരിക്കും. പക്ഷെ ഒരു പ്രോഗ്രാമിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിൻ്റെ പ്രശ്നത്തെക്കായി കൂടുതലായിട്ട് അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക, അതിനുൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ എയിലെത്തി മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് കുടിക്കാതിരിക്കുകയും എന്നാൽ പ്രോഗ്രാം പരിശീലിക്കാതിരിക്കുമ്പോൾ നമ്മൾ അസംതൃപ്തരായിരിക്കും, ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മുടെ ഈ അനിയന്ത്രിതമായ ജീവിതത്തെ നിയന്ത്രിക്കാതെ മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനാണെന്ന് മാത്രം സമ്മതിച്ചുകൊണ്ട് കുടിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ അയാൾ തീർച്ചയായിട്ടും ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും, തൃപ്തനായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു നഷ്ടബോധമാണ് ഉണ്ടാകുന്നത്. പ്രോഗ്രാം പരിശീലിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് നഷ്ടബോധമില്ല, മറിച്ച് പുതിയൊരു ജീവിതമാണ്, പുതിയൊരു കാഴ്ചപ്പാടാണ്, അയാൾക്ക് പുതിയൊരു ഉൾക്കാഴ്ചയാണ് കിട്ടുന്നത്. ജീവിതത്തിൻ്റെ സുഖം, ആനന്ദം അയാൾ അറിയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ കൊച്ചു കൊച്ചു നേട്ടങ്ങളെ പോലും അയാൾ ആസ്വദിക്കും. കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷങ്ങൾ, അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം അയാൾക്ക് ആസ്വദിക്കാൻ കഴിയും. പ്രോഗ്രാം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം പഴയകാല കുടിയുടെ ഓർമ്മകൾ വരുമ്പോൾ തന്നെ അയാൾക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിയും. അയാൾ ഒരിക്കലും ആ ഓർമ്മകൾ തലവലിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു തിരിച്ചുപോക്ക് കൊതിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അത്തരം ചിന്തകളിൽ നിന്നും വഴുതി മാറുവാനായി അയാൾക്ക് നിരന്തരമായിട്ട് ഒരു ഇൻറ്റ്യൂഷൻ, ഉൾവിളി കിട്ടിക്കൊണ്ടിരിക്കും. ഒരു ഡ്രൈ ഡ്രങ്ക് അങ്ങനെയാണ്. അയാൾക്ക് ആൽക്കഹോളിക്കൊക്കെ ആണ്, അതുകൊണ്ട് കുടിയിൽ നിന്ന് മാറി നിന്ന് കുറേ കഴിയുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ എനിക്കിനി ഒന്ന് കൺട്രോൾ ചെയ്ത് കുടിക്കാൻ പറ്റിയേക്കും, നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റിയേക്കും എന്ന ഒരു സ്വപ്നം കാണുന്ന അവസ്ഥയിലായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷിക്കാൻ കഴിയുക, ഇതൊരു അടിവര ഇടേണ്ട കാര്യം. നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുക. അത് എന്ത് തന്നെ ആയാലും അതിൽ സന്തോഷം കണ്ടെത്തുക. ഇത് നമ്മൾ കുടിക്കാതിരുന്നാൽ മാത്രമായിട്ട് നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന ഒന്നുമല്ല. അതായത് ഈ മാറ്റം, ഈ മാറി ജീവിത രീതിയും അതുവഴി നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ
നമ്മുടെ ചിന്താഗതികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കാഴ്ചപ്പാടുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മനോഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് സന്തോഷം തരണം. ഈ പുതിയ ജീവിത രീതി മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊന്നല്ല, നമുക്ക് തന്നെ സന്തോഷം തരണം. അപ്പോൾ ഈ പുതിയ ജീവിത രീതിയിലേക്ക് വരണമെങ്കിൽ അതിനായി നിർദ്ദേശിക്കുന്നതാണ്, നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രോഗ്രാമായ 12 പടികൾ. സെൽഫ് ഇവാലുവേഷൻ. ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തുക. കുടിക്കാതിരിക്കുന്ന മാത്രമുള്ള ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രൈ ഡ്രങ്ക്, അതിനൊന്നും ശ്രമിക്കുന്നില്ല, എനിക്ക് കുടിക്കാതിരുന്നാൽ മാത്രം മതി. പക്ഷേ പ്രോഗ്രാമിലൊരാൾ അയാളെ തന്നെ വിലയിരുത്തുന്നു. അയാളുടെ നല്ലതും ചീത്തയും പ്ലസും മൈനസും പോസിറ്റീവും നെഗറ്റീവും എല്ലാം അയാൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അയാളെ കുറ്റബോധമായിട്ട് അയാളുടെ പഴയകാല തെറ്റുകൾക്കെല്ലാം അയാൾ പരിഹാരം കണ്ടെത്തിയിട്ട് മുമ്പോട്ട് പോകും. അപ്പൊ അയാൾക്ക് അങ്ങനെ ഒരു ജീവിതത്തിന് ശ്രമിക്കുമ്പോൾ ഈ ഡ്രൈ ഡ്രങ്കിനുള്ള സാധ്യത, അല്ലെങ്കിൽ പഴയ കുടിയുടെ മധുര സ്മരണകളിലേക്ക് ഒട്ടും തന്നെ പോകുന്നില്ല. ഏത് നേട്ടങ്ങളിലും, എന്ത് നേട്ടം എത്ര ചെറുതാണെങ്കിൽ പോലും അതിനെ സന്തോഷത്തോടെ കാണാൻ അയാൾക്ക് കഴിയും. മറ്റവർക്ക് അത് കാണുന്നില്ല. എന്ത് കിട്ടിയാലും മതിയാവുന്നില്ല, തൃപ്തിയാവുന്നില്ല. ഒന്നിലും ഒരു തൃപ്തിയില്ല. വീട്ടിലും മക്കളും കാര്യങ്ങളും എല്ലാത്തിനോടും ഒരു എന്താ പറയുന്നത്, ഒരു അലർജി, ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ, ഇതെല്ലാം ഒരു ആൽക്കഹോളിക് ഡ്രൈ ഡ്രങ്കിന്റെ കൂടെ പുറപ്പെടിക്കും. ഇതുപോലെ എല്ലാത്തിനെയും എന്താണ് നമ്മൾ സന്തോഷത്തോടെ കാണാൻ കഴിയുമ്പോൾ, അതിൽ നമ്മൾ തൃപ്തരാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കുന്നത് അത് ആ വലിയ ശക്തിയുടെ അനുഗ്രഹങ്ങളായിട്ട്, ദാനങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവർക്ക് അതിനോട് ഒരു നന്ദിയുള്ളവരും കൃതജ്ഞയുള്ളവരും ആയിരിക്കും. മറിച്ച് നമ്മൾ പ്രോഗ്രാമിൽ അല്ല എങ്കിൽ ഈ കൊച്ചു കൊച്ചു നേട്ടങ്ങൾ നമുക്കുണ്ടാകുന്നത് അത് നമുക്ക് പോരാ, ആസ്വദിക്കാൻ കഴിയുന്നില്ല, സന്തോഷിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നമുക്ക് തൃപ്തനാകാൻ കഴിയുന്നില്ല. നമുക്കെപ്പോഴും ഈ നഷ്ടബോധവും കുറ്റബോധവും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലും മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനൊന്നും അല്ല ഇതിന് കാരണക്കാരൻ, എല്ലാം മറ്റുള്ളവർ കാരണമാണ് എനിക്ക് ഇങ്ങനെയെല്ലാം മുന്നിൽ. മറിച്ച് പ്രോഗ്രാമിലുള്ള ഒരാളാണെങ്കിൽ ഞാനാണ് ഇതിന് കാരണക്കാരൻ, കുറ്റക്കാരൻ. ഞാനാണ് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടതും ചെയ്യേണ്ടതും ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിവുണ്ടായിരിക്കും. അപ്പോ മറ്റുള്ളവരുടെ കുറവുകൾ കാണാതെ, അയാൾ ഏതവസ്ഥയിലായിക്കട്ടെ, അവരോട് ചേർന്ന് നിൽക്കാനും അവരെ ചേർത്ത് നിർത്താനും കഴിയും. മുമ്പ് നമ്മളെ അസ്വസ്ഥനാക്കിയിരുന്ന ഏത് സിറ്റുവേഷൻ, സാഹചര്യങ്ങളോടും ആളുകളോടും സ്ഥലങ്ങളോടും വസ്തുക്കളോടും എന്തുമായിക്കോട്ടെ, നമുക്ക് അസ്വസ്ഥതകളില്ലാതെ പൊരുത്തപ്പെടാൻ കഴിയും. പേര് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള വാക്കാണ് നോട്ട് ഡ്രിങ്കിങ്, തിങ്കിങ് ഈസ് ദ പ്രോബ്ലം. ശരിയാണ്. മദ്യാസക്ത കുടിയേക്കാൾ പ്രശ്നം മദ്യാസക്ത ചിന്തകളാണ്. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. ഞാനൊരു 3 വർഷക്കാലം ഡ്രൈ ഡ്രങ്കായിരുന്നു. എയിലെത്തി, ഇങ്ങനെയായാലും കുടിക്കാതെ പോവും. ഈ ഒരു ഡ്രൈ ഡ്രങ്ക് അവസ്ഥയിൽ 3 വർഷം പോയിട്ട് ഒരു സ്പോൺസറെ കണ്ടെത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ, 3 വർഷം തികയുന്നതിന് മുമ്പ് 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരൊറ്റ സ്ലിപ്പായി തിരിച്ച് സ്പോൺസർ കൈ പിടിച്ചു നിർത്തി പ്രോഗ്രാമിലേക്ക് എന്നെ കൊണ്ടുവന്നു. എനിക്ക് ഈ 2 മദ്യപിച്ചിരുന്ന അവസ്ഥ എനിക്കറിയാൻ പറ്റും കൃത്യമായിട്ട്. ഇന്ന് പ്രോഗ്രാമിനുള്ള അവസ്ഥ എനിക്കറിയാൻ പറ്റും. ഈ ഇൻ ബിറ്റ്വീൻ ആ സോബറായിരിക്കുകയും റിക്കവറിയിൽ അല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ ഉള്ള ആ ഡ്രൈ ഡ്രങ്ക് അവസ്ഥയും അനുഭവിച്ചറിഞ്ഞതിൻ്റെ പേരിൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഞാനൊരു ഡ്രൈ ഡ്രൈലായിരുന്നപ്പോൾ എന്തൊക്കെയാണോ ഞാൻ ചിന്തിച്ചിരുന്നതും എൻ്റെ കാഴ്ചപ്പാടുകളും മനോഭാവവും, അതാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഒരു പ്രോഗ്രാമിലേക്ക് വന്നു കഴിയുമ്പോൾ എന്നിൽ വന്ന മാറ്റങ്ങൾ, അതും എനിക്ക് മനസ്സിലാക്കാൻ, അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടി ചേർന്നാണ് പങ്കുവച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും, കുടിക്കാതിരുന്നുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ചിന്താഗതിയെ മാറ്റുവാൻ സാധിക്കില്ല. അതിന് സമൂലമായൊരു മാറ്റം വേണം.
നമ്മൾ ഒന്നാം പടിയുടെ രണ്ടാമത്തെ പകുതി പറഞ്ഞ് എനിക്ക് എൻ്റെ ജീവിതം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ കൈകാര്യം കഴിയാൻ ഇരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു അഴിച്ചുപണി നടത്തി ഒരു പുനഃക്രമീകരണം നടത്തേണ്ടതുണ്ട്. അതിന് നിർദ്ദേശിക്കുന്ന 12 പടികൾ നമ്മളെക്കാൾ ഒരു വലിയ ശക്തിയുടെ സഹായത്തോടെ പാലിക്കുകയാണെങ്കിൽ, അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, തീർച്ചയായും നമ്മുടെ ആത്മീയ ദുരിതം അല്ലെങ്കിൽ ആത്മീയ പാപ്പരത്വം ദൂരീകരിക്കപ്പെടും. നമ്മളൊരു ആത്മീയ ഉണർവുണ്ടാകും. മുമ്പ് കൈകാര്യം ചെയ്യാൻ കഴിയാതിരുന്ന ജീവിതത്തെ തീർച്ചയായും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കണ്ടെത്തുന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ആ വലിയ ശക്തിയെ നമ്മൾ മുന്നിലൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് പ്രോഗ്രാമിലൂടെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്ന ആ വലിയ ശക്തിയുടെ സഹായത്തോടെ തീർച്ചയായിട്ടും നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനിയും ഒരു കുടിയിലേക്ക് പോകാതെ ആനന്ദകരമായ ഒരു ജീവിതം, നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ലൈഫ് ഓൺ ലൈഫ് ടേംസ്, ഒരു ഡ്രൈ ഡ്രങ്ക് അല്ലാതെ യഥാർത്ഥ ഏകാരനായിട്ട് ജീവിക്കുവാൻ നമ്മുടെ പ്രോഗ്രാം തീർച്ചയായും എല്ലാ മധ്യാസത്തിനെയും സഹായിക്കും. ഒരു കാര്യം മാത്രം, സാധാരണ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ അല്ലേ, ഇറ്റ് വർക്ക്സ് ഇഫ് വി വർക്ക് ഇറ്റ്. തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാം നമ്മൾക്കായി പ്രവർത്തിക്കും, ഒരു സംശയവുമില്ല, ഉറപ്പാണ്. അപ്പോൾ ഏതായാലും ഈ മിഡ് നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ട് സമയം, ഇത് വിഷയം അവതരിപ്പിക്കല്ല, സാധാരണത്തിൽ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഷെയറിങ് തന്നെയായിരുന്നു. ഇത്രയും സമയം എന്നെ കേൾക്കാനായിട്ട് സന്മനസ് കാണിച്ച എല്ലാ അംഗങ്ങളോടുള്ള നന്ദി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നന്ദി, നന്ദി. താങ്ക് യു.